പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ എന്നെ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് കരച്ചിലിനെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. കണ്ണുനീരിനെ മാറ്റുന്ന, കരച്ചിലിനെ ഒപ്പുന്ന ഒരു സർവശക്തനായ ദൈവം. അതിനാധാരമായിട്ട് സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്: നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടിനെ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, നാളിതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കരച്ചിലിനെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം, വിലാപത്തെ, കരച്ചിലിനെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം. രട്ടിനെ അടിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുക എന്ന് പറയുമ്പോൾ രട്ട് താഴ്മയെ കാണിക്കുന്നു. നാളിതുവരെ മറ്റുള്ളവരുടെ മുന്നിൽ ചവിട്ടി താഴ്ത്തപ്പെട്ട എൻ്റെ ജീവിത അനുഭവങ്ങളെ മാറ്റി സർവശക്തനായ ദൈവം എന്നെ സന്തോഷം ഉടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞാൻ അതിനോട് ചേർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു മർമ്മമുണ്ട്. ആമേൻ. അവിടെ ഒരു ഇസഹാക്കിനെ കാണാൻ കഴിയുന്നുണ്ട്, ഒരു അബ്രഹാമിനെ കാണാൻ കഴിയുന്നുണ്ട്, ഒരു സാറായെ കാണാൻ കഴിയുന്നുണ്ട്, ഒരു ഹാഹാറിനെ കാണാൻ കഴിയുന്നുണ്ട്, ഒരു ഇസ്മായേലിനെ കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യത്തിൽ ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം സാറായുടെ നേതൃത്വത്തിൽ ഹാഹാറിനെ, പൈതലിനെയും പുറത്ത് കളയുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അതുവരെ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ച് നടന്ന ഹാഹാറിന്റെ ജീവിതം, അതുവരെ സാറായെ യജമാനത്തി എന്ന് വിളിച്ച് നടന്നിരുന്ന ആ നല്ല സാഹചര്യം, ഭവനത്തിന്റെ ഉള്ളറിയിൽ മറ്റൊരാൾ വന്നപ്പോൾ തനിക്ക് നഷ്ടപ്പെടുന്ന അനുഭവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കലും ഹാഗാർ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇസഹാക്ക് ഭവനത്തിൽ വളർന്നു വരുമ്പോൾ എൻ്റെ ജീവിതം ശൂന്യമായി മാറും എന്ന് ഒരിക്കലും ഹാഗാർ ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ നമ്മുടെ സ്ഥാനം പലപ്പോഴും പുറത്താണ്. ചിലരൊക്കെ അകത്തളത്തിൽ വരുമ്പോൾ നമ്മുടെ പല സ്ഥാനങ്ങളും പുറത്താക്കപ്പെടുവാനിടയായിത്തീരും. ഭവനത്തിന്റെ ഉള്ളറയിലാണെങ്കിലും, ജോലി സ്ഥാപനത്തിലാണെങ്കിലും, ആരാധന ആലയത്തിലാണെങ്കിലും പുതിയ ചിലതിനെ കാണുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്നെ ചിന്തിപ്പിച്ച ഭാഗമെന്ന് പറയുന്നത്, നാളിതുവരെ സേവിച്ചു നിന്ന യജമാനൻ, നാളിതുവരെ സേവിച്ചു നിന്ന യജമാനത്തി അകത്തളത്തിൽ മറ്റൊരാൾ ഉടലെടുത്തപ്പോൾ, മുലകുടി മാറിയപ്പോൾ അവിടെ ഒരു വിരുന്ന് സൽക്കാരം നടത്തി. വിരുന്ന് സൽക്കാരത്തിൽ പോലും സംബന്ധിപ്പിക്കാതെ ഹാഹാറിനെയും ഇസ്മായേലിനെയും പുറത്ത് തള്ളിക്കളയുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. ഇത്ര നാളും സേവിച്ചു എന്നുള്ളൊരു പരിഗണന, യജമാനത്തിയോട് കൂടെ നിന്നു എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അകത്തളത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ വന്നപ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞു എങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ചില നല്ല അനുഭവങ്ങൾ വരുമ്പോൾ നാം പലപ്പോഴും പല മേഖലകളിൽ നിന്നും പുറത്താക്കപ്പെടുന്ന സാഹചര്യമല്ലേ? എന്നാൽ നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആരെല്ലാം നമ്മളെ പുറത്തു കളഞ്ഞാലും
ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, കൂടെ നിർത്തേണ്ടവരാരും കൂടെ ഇല്ലെങ്കിലും, കൂടെ നമ്മൾ കാണുമെന്ന് ചിന്തിക്കുന്നവർ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും, സർവശക്തനായ ദൈവം നമ്മളെ ചേർത്ത് നിർത്തുവാനിടയായിത്തീരും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21 അധ്യായത്തിന്റെ 14 വാക്യം അവസാനം മുതൽ വായിച്ചു വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പവും ഒരു തുരുത്തി വെള്ളവും അബ്രഹാം ഹാഗാറിന്റെ തോളിൽ വെച്ചു കൊടുത്ത് ഫംഗ്ഷനിൽ പോലും പങ്കെടുപ്പിക്കാതെ പുറത്ത് കളയുമ്പോൾ സർവശക്തനായ ദൈവം ആ ഹാഗാറിനെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരനുഭവം ഞാനിവിടെ ചിന്തിക്കുന്നു. ആ ഭവനത്തിൽ നിന്ന് ഫംഗ്ഷന് പോലും പങ്കെടുപ്പിക്കാതെ പുറത്തിറക്കുമ്പോൾ ഹാഗാറിന്റെ ജീവിതത്തിന്റെ അകത്തളത്തിലെ വേദനയുടെ ആഴം, കണ്ണുനീരിന്റെ ആഴം, ആ വിലാപത്തിന്റെ ആഴം. എന്നാൽ ബേർശേബ മരുഭൂമിയുടെ മേഖലയിൽ കടന്നു ചെന്ന് താൻ ഉഴന്ന് നടക്കുമ്പോൾ കുട്ടിയുടെ മരണം കാണണ്ട എന്ന് കരുതി കുട്ടിയെ ഒരു കുറുങ്കാട്ടിലിട്ട് അമ്പിമ്പാട് ദൂരത്ത് മാറി നിന്ന് നിലവിളിക്കുമ്പോൾ സ്വർഗം പറയുന്നു, പൈതലിന്റെ നിലവിളി കേട്ട് ഹാഗാറിന് വേണ്ടി ഉത്തരമരുളുവാനിടയായി തീർന്നു. അവിടെ എനിക്ക് പറയാനുള്ളൊരു ആത്മീയ ദൂതെന്ന് പറയുന്നത്, ഹാഗാറിന്റെ ജീവിതത്തിൽ അബ്രഹാമിന്റെ ഭവനം എപ്പോ നഷ്ടപ്പെട്ടോ ആ നിമിഷം മരുഭൂമിയുടെ മേഖലയിൽ ഹാഗാറിനും പൈതലിനും വേണ്ടി ദൈവം ഒരു തണലൊരുക്കുവാനിടയായി തീർന്നു. ഇവിടെ ചിന്തിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്, ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു എന്ന. അങ്ങനെയെങ്കിൽ മരുഭൂമിയുടെ മേഖലയിൽ ഹാഗാറിന്റെ പൈതലിന് വേണ്ടി ഒരു കുറുങ്കാട് സ്വർഗം ഒരുക്കിയെങ്കിൽ നിന്നെ മുന്നമേ കണ്ട് സ്വർഗം അത് ഒരുക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്നുള്ളതാണ് നമ്മോട് ചിന്തിക്കുവാൻ കഴിയുന്നത്. ഒരു കുറുങ്കാട് മരുഭൂമിയുടെ മേഖലയിൽ നമുക്ക് വേണ്ടി ഒരുക്കി, ഒരു നിലവിളിയുടെ മുമ്പിൽ ഹാഗാറിന് വേണ്ടി സ്വർഗം ഉറവയെ തുറക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല ദൂത് വിളിച്ചു പറയാം, നാം സ്നേഹിക്കുന്ന ഭവനത്തിൽ നിന്ന്, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന്, നാം ആരാധിക്കുന്ന ആരാധന ആലയത്തിൽ നിന്ന്, നാം സ്നേഹിക്കുന്ന പലരും നമ്മെ തള്ളി പറയുമ്പോൾ, കൂടെ കാണുമെന്ന് ചിന്തിക്കുന്ന ഭവനത്തിലുള്ളവർ പോലും ഒറ്റപ്പെടുത്തി പുറത്തു കളയുമ്പോൾ, സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിന്ന് നിലവിളിച്ച ഹാഗാറിന് വേണ്ടി ബേർശേബ മരുഭൂമിയുടെ മണ്ഡലങ്ങളിലും ഒരു കുറുങ്കാടെന്ന തണലിനെ ഒരുക്കുവാനും, ഹാഗാറിന്റെ കരച്ചിലിന്റെ മുമ്പിൽ അത് ഉണങ്ങി വരണ്ടു കിടന്ന പ്രദേശത്ത് ഒരു ഉറവയെ തുറക്കുവാനും സർവശക്തനായ ദൈവം ഹാഗാറിന്റെ കൂടെ നിന്നു എങ്കിൽ, ഇന്ന് പകൽക്കാല ദൂത് വിളിച്ചു പറയാം, എവിടെ നീ ഒറ്റപ്പെട്ടോ, എവിടെ നീ തകർക്കപ്പെട്ടോ, എവിടെ നീ നിന്ദിക്കപ്പെട്ടോ, എവിടെ നീ താഴ്ത്തപ്പെട്ടോ, അവിടെ ആ സർവശക്തനായ ദൈവത്തിന്റെ മാറോട് ചേർന്ന് ഒന്ന് നിലവിളിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, നിന്റെ രട്ടിനെ അഴിച്ചു മാറ്റി, നിന്റെ വിലാപത്തെ അഴിച്ചു മാറ്റി, സന്തോഷത്തെ ഉടിപ്പിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഉത്തരമരളി പരിഹാരത്തെ നൽകി തന്ന്, എവിടെ താഴ്ത്തപ്പെട്ടോ അവിടെ ഉയർത്തുന്ന അനുഭവങ്ങളെ നൽകി തന്ന് സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാനിടയായി തീരും. ആ ദൈവത്തിന്റെ മാറോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് നിലവിളിക്കുവാൻ നീ തയ്യാറാണോ? ആ സർവശക്തനായ ദൈവം നിന്നെ അത്ഭുതകരമായി മാനിക്കുവാനിടയായി തീരും. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.